സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാമയും അമൃതയും കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ് കേട്ടോ. ഷാമയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. അമൃത ഷാമക്ക് ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും രാധിക മോൾ ഇതൊക്കെ കണ്ടു കാണും. ഇനി അവളുടെ പ്രതികരണം എന്താണെന്ന് അറിയണം. ഷാമ വിഷമിക്കാതിരിക്കും. അങ്ങനെയൊക്കെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ പുറകെ രാധികയുടെ കാറും കൂടി അവിടെ എത്തുന്നത് അവർ കാണുന്നത്. അയ്യോ ഷാമേ, ഇത് രാധിക മോള്. എന്താണെങ്കിലും തൽക്കാലം ഷാമേനെ ഈ വേഷത്തിൽ രാധിക മോള് കാണണ്ട. അവളെ ഏത് മാനസികാവസ്ഥയിലാണ് വന്നതെന്ന് നമുക്കറിയില്ലല്ലോ. വേഗം ചെന്ന് ഡ്രസ്സ് മാറ്. അങ്ങനെ ഷാമ അകത്തേക്ക് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം രാധിക അങ്ങോട്ടേക്ക് ഓടിക്കേറി വരുന്നുണ്ട്. ഇപ്പോൾ അകത്തേക്ക് ആരാ ഓടിപ്പോയത്? അത് ഫിദയുടെ ഒരു ഫ്രണ്ടാ. കള്ളം പറയണ്ട, അത് ഷാമ മേഡം അല്ലേ പോയത്? എനിക്കിപ്പോൾ ഷാമ മേഡത്തെ കാണണം. ഷാമ മേഡത്തെ കണ്ടു ചിലത് എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അങ്ങനെ പറഞ്ഞ് രാധിക നേരെ താഴത്തുള്ള റൂമിലേക്കൊക്കെ കയറി ചെല്ലുവാണ്. അന്നേരം അമൃത പറയണേ, മോളെ എന്തായി കാണിക്കുന്നേ? അങ്ങനെ രാധിക മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അമൃത തടയണേ, മോള് അവിടെ നിൽക്ക്. എന്താ മോൾക്ക് പറ്റിയത്? ഷാമ മേഡം ഇന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ കേട്ടില്ലേ? മേഡം ഇന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മേഡം പ്രസവിച്ച ആ കുഞ്ഞ് അത് ഞാനാണോ? എനിക്കത് ഷാമ മേഡത്തോട് നേരിട്ട് ചോദിക്കണം. ഷാമ മേഡത്തിനല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഫിദ മേഡത്തിനും അറിയാൻ പറ്റും. ഫിദ മേഡം പറഞ്ഞാലും മതി എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. മോളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഷാമ മേഡത്തിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഒരു കുട്ടവഞ്ചിയിലാകപ്പെട്ട് പുഴയിൽ ഒഴുക്കി വിട്ടാണെന്ന് പറഞ്ഞില്ലേ? എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്നെ കിട്ടിയതും അതുപോലെ ഒരു കുട്ടവഞ്ചിയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഷാമ മേഡത്തിൻ്റെ മകളാണോ? ഇതിലെനിക്ക് ഇന്ന് അതിനൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല. എവിടെ ഫിദ മേഡം? അമൃത മേഡത്തിന് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരിട്ട് എന്നെ ചോദിച്ചോളാം ഫിദ മേഡത്തോട്. ഷാമ മേഡത്തിൻ്റെ നമ്പർ തരാൻ പറഞ്ഞാലും മതി. ഇനി ഫിദ മേഡത്തിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചോളാം. എന്നെ വിട്. അങ്ങനെ പറഞ്ഞ് രാധിക അമൃതയുടെ കൈതട്ടി മാറ്റിയിട്ട് മുകളിലേക്ക് കയറി പോകുവാണ്. പിന്നാലെ തന്നെ അമൃതയും ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ സമയം ഷാമയാണെങ്കിൽ ഫിദയുടെ വേഷത്തിൽ അവിടെ നിൽക്കുന്നുണ്ടാവും. അന്നേരം രാധിക അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കണേ, ഷാമ മേഡത്തിന് മോളാരാ? ഷാമ മേഡം ഇന്ത്യയിൽ പറഞ്ഞത് എന്നെക്കുറിച്ചാണോ? ഷാമ മേഡം പ്രസവിച്ച മോള് ഞാനാണോ? മാഡത്തിന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. മാഡം എന്നിൽ നിന്ന് മറച്ചു വെക്കുവാണോ? എനിക്ക് സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. മാഡം ഷാമ മേഡത്തിന് ഇപ്പോൾ വിളിക്കണം. മാഡത്തിന് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഷാമ മേഡം ഇന്നവിടെ പറഞ്ഞ കഥ സത്യമാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കുഞ്ഞ് ഞാനാണെങ്കിൽ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം. എൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കാൻ ചങ്കൂറ്റം കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. ഷാമ മേഡം എത്ര വലിയ ആൾക്കൂട്ടത്തിന് മുമ്പിലാണെങ്കിലും ശരി, ഞാൻ ധൈര്യത്തോടെ നിന്ന് ചോദിക്കും. എന്തിനാ എന്നെ ഇത്ര നാൾ അമ്മയില്ലാത്തോളെ വളർത്തിയെന്നും ഇത്രയും നാളും അനാഥത്വത്തിൻ്റെ നോവും വേദന അറിഞ്ഞാൽ ഞാൻ ജീവിച്ചത്. അങ്ങനെ അത്ര അപമാനവും വേദനകളും എനിക്ക് തന്നത് എന്തിനാണെന്ന് ചോദിക്കണം. അങ്ങനെ എന്നെ ഇത്ര നാൾ സങ്കടപ്പെടുത്തിയ അമ്മയെ ഇനി എനിക്ക് വേണ്ട. അതവരുടെ മുഖത്ത് നോക്കി തന്നെ എനിക്ക് പറയണം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് ഷാമയെന്നും. ഇപ്പം തന്നെ വിളിക്കും മാഡം. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് ഷാമ വല്ലാതെ തകർന്നു പോകുവാണ്ടോ. പെട്ടെന്ന് തന്നെ ഷാമ തല കറങ്ങി അവിടെ കട്ടിലിൽ ഇങ്ങനെ വീണു പോകുവാണ്. ഇത് കണ്ട് അമൃതേൻ്റെ രാധികയും പേടിക്കുക. അയ്യോ ഫിദേ, എന്തു പറ്റി? എഴുന്നേക്ക് മോളെ, ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് അമൃത അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈ സമയം രാധിക വന്ന് ഫിദ അമ്മടുത്ത് വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. കൈകൊണ്ട് മുഖമൊക്കെ പതിയെ ഒപ്പി ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. പിന്നീട് അവിടെ ഇരുന്നൊരു മാഗസിൻ എടുത്ത് ചൂടെടുക്കാതിരിക്കാനായിട്ട് ഷാമയ്ക്ക് ഇങ്ങനെ വീശിയൊക്കെ കൊടുക്കുവാണ്. അന്നേരം ഒരിക്കും പെട്ടെന്ന് രാധിക പർദ്ദയുടെ ആരും തുണിയുണ്ടല്ലോ അതങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി ചൂട് കുറയുമല്ലോ. അതിനുവേണ്ടി രാധിക തുണി പൊക്കുമ്പോഴായിരിക്കും ഫിദയുടെ വേഷത്തിൽ ഇത്ര നാളും മുഖം മറിച്ച് തന്നെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഷാമയാണെന്ന് രാധിക തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയുന്നത് രാധികയാണെങ്കിൽ വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് പിന്നിലേക്ക് മാറുവാണ് കേട്ടോ. എന്നിട്ട് ഇത്രയും നാളും നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ഓർക്കുവാണ്. ഫിദ മാഡവും രാധിക തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള അടുപ്പവും ഫിദ മാഡം രാധികയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തതും ഓരോ തവണ സ്നേഹിച്ചതും പിന്നീട് അഖിലിൻ്റെ ഫോട്ടോ കണ്ട് അഖിലിനെ കുറിച്ച് രാധികയോടും വരനോടും ഒക്കെ പറഞ്ഞതും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ തകർന്ന ചങ്ക് പൊട്ടി നിൽക്കുവാണ്ടോ രാധിക. ഈ സമയത്തായിരിക്കും അമൃത അങ്ങോട്ടേക്ക് വെള്ളവും കൊണ്ടുവരുന്നത്. ഈ സമയം രാധിക എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞെന്ന് അമൃതക്ക് മനസ്സിലാകുവാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ അമൃത ടെൻഷനിൽ ഷാമയുടെ അരികിലേക്ക് വന്നിട്ട് ഷാമയുടെ മുഖത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഷാമേനെ വിളിച്ചെഴുന്നേൽപ്പിക്കുവാണ്. ഈ സമയം കണ്ണു തുറക്കുന്ന ഷാമയും ആ സത്യം തിരിച്ചറിയുവാണ് കേട്ടോ. തൻ്റെ നാടകവും അഭിനയവും എല്ലാം അവസാനിച്ചു എന്ന് ഷാമക്ക് മനസ്സിലാകുവാണ്. ഷാമ അങ്ങനെ ടെൻഷനിൽ ആ ഒരു പർദ്ദയുടെ തുണി ഇങ്ങനെ താഴത്തേക്ക് ഇടാനായിട്ട് ശ്രമിക്കുമ്പോൾ രാധിക തുണി എടുത്ത് മാറ്റുവാണ്. എന്തിനാ ഇനി അഭിനയം? എടുത്ത് കള എന്നും പറഞ്ഞ് ആ ഒരു തുണിയെടുത്ത് ദൂരത്തേക്ക് എറിയുവാണ്. എന്നിട്ട് രാധിക അങ്ങ് പൊട്ടിത്തെറിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ഏറ്റവും വലിയ ഷോക്കാണ് നേരിട്ടത്. ഞാൻ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്ന എൻ്റെ ഫിദ മാഡം, ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന ഷാമ മേഡം രണ്ടുപേരും കൂടി എന്നെ ചതിക്കുമായിരുന്നല്ലേ? മോളുടെ മുമ്പിൽ വരാതിരിക്കാൻ, മോൾ തിരിച്ചറിയാതിരിക്കാനുള്ള ഒരു മുഖം മൂടി മാത്രമായിരുന്നു അല്ലേ ഈ ഫിദ മേഡം? എന്തിനാ ഇങ്ങനെ ചതിച്ചത് തന്നെ? ഞാൻ എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഓടി വന്ന് പറയുന്നത് ഫിദ മേഡത്തോടായിരുന്നില്ലേ?
ഈ സമയം ശ്യാമ സങ്കടത്തോടെ രാധികയുടെ കൈ പിടിച്ചിട്ട് പറയണേ, മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാനാ നിൻ്റെ അമ്മ, നീ എൻ്റെ പൊന്നു മോളാണ്, വിട്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ആകാശത്തോളം ഞാൻ ബഹുമാനിച്ച ആളായിരുന്നു എൻ്റെ ഫിദ മാഡം. പക്ഷേ ഒരു കറുത്ത തുണിക്കപ്പുറത്തിരുന്ന് എന്നെ ചതിച്ച എൻ്റെ അമ്മയായിരുന്നല്ലേ നിങ്ങൾ. മോള് എന്നും പറഞ്ഞ് ശ്യാമ വീട്ടിൽ വരുമ്പോൾ രാധിക പൊട്ടിത്തെറിക്കണേ, വേണ്ട ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എന്തിനാ എങ്ങനെ ഒരാൾ മാറാട്ടം, എന്തിനാ എന്നെ കൂടെ നിർത്തി പറ്റിച്ചത്. അന്നേരം അമൃത പറയുന്നുണ്ട്, മോള് അതിനേക്ക് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുണ്ടായിരുന്നു. എന്ത് കാരണം? അനുഭവങ്ങളുടെയും വേദനകളുടെയും ഒരു പട്ടിക തന്നെ നിരത്തിയിരുന്നല്ലോ. നിങ്ങളൊക്കെ വലിയ സെലിബ്രിറ്റി അല്ലേ, അപ്പോൾ ഇതുപോലെ വലിയ വലിയ ഷോകളിലും വലിയ ചടങ്ങുകളിലും വെച്ച് എന്ത് വേണമെങ്കിലും പറയാം, കരഞ്ഞഭിനയിക്കാം. പക്ഷേ എനിക്കൊന്നും പറ്റില്ലല്ലോ. ഞാനൊരു പാവം പെൺകുട്ടിയല്ലേ, ഒരു സാധാരണക്കാരി. എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ലല്ലോ. കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ച് വളർന്ന നാണക്കേടും അവഹേളനങ്ങളും ഒന്നും അതൊന്നും നിങ്ങൾക്കറിയണ്ടല്ലോ. എല്ലായിടത്തു നിന്നും എന്നെ ഒഴിവാക്കി മാറ്റി നിർത്തപ്പെട്ടിരുന്നു. പല ചടങ്ങുകളിൽ നിന്നും അനാഥ എന്ന പേരും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിരുന്നു. അതെല്ലാം ഞാൻ സഹിച്ചു, സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു. എന്തിന് സ്വന്തം വീട്ടിൽ പോലും അനാഥ എന്ന പേര് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരാളല്ലേ. ഞാൻ ഈ ഭൂമി ജനിച്ചതാണോ ഒരു തെറ്റ്, അതോ എൻ്റെ അച്ഛൻ എന്നെ എടുത്ത് വളർത്തിയതോ? അച്ഛൻ എന്നെ വളർത്തണ്ടായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എവിടെയെങ്കിലും കിടന്ന് എൻ്റെ ഈ ജന്മം അങ്ങ് തീർന്നാനേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ കരഞ്ഞിട്ടുള്ളതാ, കുറേ വിഷമിച്ചിട്ടുള്ളതാ. കരഞ്ഞു കഴിഞ്ഞ് എനിക്ക് മതിയായതാണ്. എൻ്റെ മുമ്പിൽ ഇത്ര നാടകങ്ങളൊക്കെ കളിച്ച, ഇത്രയും ഒളിവും മറയൊക്കെ കാണിച്ച ഒരമ്മയെ എനിക്കിനി വേണ്ട. നിങ്ങളെനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. നിങ്ങളും എന്നെ കാണാൻ വന്നു പോരുത്. എന്നോട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്താനായിട്ട് എൻ്റെ പിന്നാലെ വരരുത്. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകാൻ നിൽക്കുക. ഈ സമയം അമൃത രാധികയെ തടയണേ, മോളെ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കും. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ദേ എനിക്ക് ഫിദ മാഡം മാത്രമല്ല, നിങ്ങളും കൂടി ചേർന്നല്ലേ എന്നെ പറ്റിച്ചത്. അമൃത മാഡത്തിനും എന്നെ പറ്റിക്കാനായിട്ട് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്നില്ലേ. ഇനി എനിക്ക് ആര് പറയുന്ന ന്യായീകരണവും ഒന്നും കേൾക്കണ്ട, എന്നെ വിടു. അങ്ങനെ പറഞ്ഞ രാധിക ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ ആകെ തകർന്ന് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. ശ്യാമയുടെ വിഷമമൊക്കെ കണ്ടിട്ട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ അമൃത. ശ്യാമേ എന്താ ഇത്, ഇങ്ങനെ തളരല്ലേ. ഏട്ടത്തി ഇതൊക്കെ കാണാനായിട്ട് ദൈവം ഈ ശ്യാമേനെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്താ കേൾക്കേണ്ടത്? ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കാനായിട്ടെത്തി? അവൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിച്ചത്. എത്ര പ്രതീക്ഷയോടെ അവളെന്നെ അംഗീകരിക്കുമെന്ന് വിചാരിച്ചല്ല ഞാൻ കാത്തിരുന്നത്. എല്ലാം തീർന്നു. അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ശ്യാമിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് പരമേശ്വരനും വരനും കൂടി വീട്ടിലെത്തുന്നുണ്ട്. അങ്ങനെ പരമേശ്വരനും നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് സന്തോഷമാകുവാണ്. രാധിക മോള് അനാഥയല്ലെന്നും രാധികയെ ഇനി അങ്ങനെ ഒരിക്കലും ആർക്കും ആ പേരും പറഞ്ഞ് കളിയാക്കാൻ പറ്റില്ലെന്നും അവളിപ്പോൾ അത്രയും വലിയ ഉയരത്തിലുള്ള ഒരാളുടെ മകളല്ലേ, അത് നമ്മുടെ കുടുംബത്തിന് അഭിമാനമല്ലേ എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, രാധിക മോള് നേരെ ഇപ്പോൾ ചെന്നിരിക്കുന്നത് ഫിദ മാഡത്തെ കാണാനാ. മിക്കവാറും അവിടെ ചെല്ലുമ്പോഴേക്കും രാധിക സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അവളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയണം. അവൾ ശ്യാമയെ അമ്മയായിട്ട് അംഗീകരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ രാധികയാണെങ്കിൽ ആകെ തകർന്ന് സങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് കരഞ്ഞോട്ട് കയറി വരുന്നത്. ഈ സമയം എല്ലാവരും കാര്യം തിരക്കുവാണ്. അന്നേരം രാധിക നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ശ്യാമയോട് രാധികയുടെ മനസ്സിലിപ്പോൾ വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് വരനും മുത്തശ്ശിയും അവരെല്ലാവരും ഭയങ്കര സങ്കടത്തിലാകുവാണ് കേട്ടോ. അവർ രാധികയുടെ മനസ്സിനെ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാധികയാണെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ദേഷ്യത്തിലകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം ശ്യാമയാണെങ്കിൽ ആകെ തകർന്ന ഭഗവാന് മുമ്പിൽ തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ എനിക്കിനി ഇങ്ങനൊരു ജീവിതം? എൻ്റെ ജീവൻ തന്നെ നീ എടുത്തോ. എൻ്റെ മോൾക്ക് തന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സ് തകർന്നിരിക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്